الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന്, ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായിട്ടുള്ള അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിലക്കുള്ള പരീക്ഷണങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ പ്രമാണങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള വിഷയങ്ങളടക്കമുള്ളത്, അങ്ങനെ പരീക്ഷണങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ തന്നെ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഓരോ വർഷവും ഒരു തവണയോ 2 തവണയോ എല്ലാം ഫിത്നകൾ നേരിടേണ്ടി വരുന്നു, പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നു, എന്നിട്ടും നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ തയ്യാറാകുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അഥവാ ഈ ഫിത്നകളൊക്കെ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായ ഒരു മാർഗരേഖയുണ്ട്. അവന്റെ നിലപാടെന്തായിരിക്കണം, അവൻ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള വിഷയങ്ങളൊക്കെയും പഠിപ്പിക്കപ്പെട്ടവനാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ പലവിധമുണ്ട്. ദുനിയവിയായ കാര്യങ്ങളിൽ നമ്മെ ബാധിക്കുന്ന പരീക്ഷണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ജോലി സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മെ ബാധിച്ചു എന്ന് വരാം. എന്നാൽ അതിനേക്കാളുമെല്ലാം ഗൗരവമായ പരീക്ഷണം നമ്മുടെ ദീനിനെ ബാധിക്കുന്ന പരീക്ഷണമാണ്, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന പരീക്ഷണങ്ങളാണ് എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ദുനിയാവിലെ പരീക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ദുനിയാവിന്റെ വിഷയങ്ങളിലെ അവന് ഏതേതു പരീക്ഷണങ്ങൾ ഉണ്ടായാലും എല്ലാം അവന് ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതം, കാരണം അവന്റെ സകല കാര്യങ്ങളും അവന് ഖൈറാണ് എന്നാണ്. ഇദാ അസ്വാബത്ഹു സറാ, അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ശകറ ഫകാന ഖൈറൻ ലഹു, അവൻ നന്ദിയുള്ളവനായിരിക്കും, അത് അവന് ഗുണകരമാണ്. വഇൻ അസ്വാബത്ഹു ളറാ,
ഇനി അതല്ല, ഒരു പരീക്ഷണമാണ്, ഒരു ദുരിതസന്ധിയാണ് അവന്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്നത് എങ്കിൽ സ്വബറ, അവൻ ക്ഷമയുള്ളവനായിരിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഗുണകരമാണ്. ഇതൊരു വിശ്വാസിക്കല്ലാതെ വേറൊരാൾക്കും ഈ ഒരു ഗുണം അല്ലെങ്കിൽ ഈ ഒരു ഖൈറ് നേടിയെടുക്കുക സാധ്യമല്ല. വിശ്വാസമൊന്നുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഫദ്ലാണത്. അപ്പൊ ജീവിതത്തിൽ ദുനിയവിയായ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ ക്ഷമയവലംബിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ഖൈറ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഫിത്നകൾ നമ്മുടെ ദീനിന്റെ വിഷയത്തിലാണ് എങ്കിലോ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഫിത്നകൾ നമ്മെ ബാധിക്കുന്നത് എങ്കിലോ, നമ്മുടെ വിശ്വാസം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അങ്ങനെയൊരു പരീക്ഷണം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ദുനിയാവിലെ പരീക്ഷണങ്ങൾ പ്രതിഫലങ്ങൾക്ക് കാരണമാകുമെന്നുവെങ്കിൽ ദീനിന്റെ വിഷയങ്ങളിലുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷേ പരലോകത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ, നമുക്ക് സ്വർഗം നഷ്ടപ്പെടാൻ, നമ്മൾ നരകത്തിന്റെ ആളുകളായിത്തീരാൻ തന്നെ കാരണമാകും. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഭയക്കേണ്ടതും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതും നമ്മൾ അത്തരം ഫിത്നകൾക്കെതിരെ നടപടിയെടുക്കേണ്ടതും ദീനിയായ വിഷയങ്ങളിലുള്ള ഫിത്നകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെയും അവർ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ, അവർ ദർസുകൾ നടത്തുമ്പോൾ, അവർ ദീനിലുള്ള ഫിത്നകളെ സംബന്ധിച്ച്, ദീനിയായ വിഷയങ്ങളിൽ നമ്മെ ബാധിക്കാവുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചേർന്ന് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിത്നകൾ അധികരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ദീനിന്റെ വിഷയത്തിലും ഫിത്നകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള നിലക്കുള്ള പ്രകൃതിക്ഷോഭങ്ങളായിരുന്നാലും അതുപോലെ തന്നെ പകർച്ചവ്യാധികളായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും, അങ്ങനെയുള്ള ഫിത്നകളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോഴും ദീനിന്റെ വിഷയത്തിലും ഫിത്നകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം കൊല്ലം പുതിയ പുതിയ ബിദ്അത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ബിദ്അത്തുകൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വാതോരാതെ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ആളുകൾ ഉണ്ടായിത്തീരുന്നു. സ്വന്തം ലാഭത്തിനു വേണ്ടി ദീനിനെ വിറ്റ് കാശാക്കുന്നവർ ഇന്ന് ലോകത്ത് അധികരിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ, അവർ ജനങ്ങളിൽ നിന്ന് ദീനിനെ മോഷ്ടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ദീനിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ ദീനിയായ വിഷയങ്ങൾ ശറഉമായി ബന്ധപ്പെട്ട് മതവിധികളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചർച്ചകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സാധാരണക്കാരായ മനുഷ്യന്മാർ അവർ ആകെ അങ്കലാപ്പിലായി പോകുന്നു. പലപ്പോഴും പല ആളുകളും പറയുന്നത്, എന്താ ഈ അവസ്ഥ, ദീനിന്റെ കാര്യത്തിൽ, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മതവിധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആകെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അതുകൊണ്ട് ഞാനിനി അത്തരം വിഷയങ്ങളിലേക്കേ ഇല്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ നിലപാട് ശരിയല്ലാത്ത നിലപാടാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യല്? ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കും. കാരണം അത് ദുനിയാവിന്റെ കാര്യമാണ്, നമുക്ക് മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരുപക്ഷെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലക്ക് നമുക്ക് എന്തെങ്കിലും മെച്ചമുള്ള കാര്യമാണെങ്കിൽ അതിൽ കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട്, അതിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൽ കുറെ ചോയ്സുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിലിക്കില്ല, ഞാൻ എല്ലാറ്റിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ് എന്നാണോ നമ്മൾ തീരുമാനിക്കുക? നമ്മുടെ കുട്ടിക്കൊരു അസുഖം വന്നു, അപ്പൊ അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടീനെ ഡോക്ടറെ കാണിക്കണം. അപ്പൊ കുട്ടികളുടെ ഡോക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പീഡിയാട്രീഷ്യന്മാര്, നമ്മുടെ പരിസരത്ത് തന്നെ എത്ര പീഡിയാട്രീഷ്യന്മാരുണ്ട്? എല്ലാ ഹോസ്പിറ്റലുകളും ഇല്ലേ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? കുട്ടികളുടെ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളില്ലേ? ഡോക്ടർമാരില്ലേ? ആ ഒരു ഹോസ്പിറ്റല്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 4-5 ഡോക്ടർമാരില്ലേ? നമ്മൾ പറയാണ് ഇവിടെ എത്ര ഡോക്ടർമാരാണ്, എത്ര ഹോസ്പിറ്റലുകളാണ്, അതുകൊണ്ട് കുട്ടീനെ ചികിത്സിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും? ഇല്ലല്ലോ. അതിലേറ്റവും മികച്ചതെന്ന്, ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ളത് എന്ന് ആളുകൾ പറഞ്ഞറിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നേരനുഭവമുള്ള ഒരു ഡോക്ടറെ അടുത്ത് നമ്മുടെ കുട്ടിയെ നമ്മൾ കൊണ്ടുപോവല്ലേ ചെയ്യാം. 10ാം ക്ലാസ് കഴിയുമ്പോൾ, +2 കഴിയുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് പുതിയൊരു മേഖല തിരഞ്ഞെടുക്കണം, അല്ലെ? +1ഉം +2 ഒക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വ്യത്യസ്തമായ ഓപ്ഷനുകളുണ്ട്. +2 കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിംഗ്, MBBS അങ്ങനെയുള്ള കോഴ്സുകൾ, അതിൽ തന്നെയും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീം എടുത്താൽ തന്നെ അതിൽ തന്നെ എത്രയെത്ര കോഴ്സുകളാണുള്ളത്, എത്രയെത്ര പഠനങ്ങളാണുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോ ആകെ പ്രശ്നമാണ്. ഇതിൽ കുറേ എണ്ണിയാൽ തീരാത്ത അത്രയും വകുപ്പുകളുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ എന്റെ കുട്ടി പഠിക്കണ്ട എന്നാണോ നമ്മൾ തീരുമാനിക്കുക? അതല്ല, കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും
ജോലി സാധ്യതയുള്ള നല്ല കരിയർ ഓപ്ഷനുള്ള ഒരു കോഴ്സ് തന്റെ കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കുകയാണോ ചെയ്യാം? അവിടെ നമ്മുടെ ഏറ്റവും നല്ല ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ പരിചയവും അനുഭവവും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോൾ ആകെ പ്രശ്നമാണ്. പലർക്കും പല അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചോടുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അത് ദീനിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള ചിട്ടവട്ടങ്ങൾ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ, അതൊക്കെ അനുസരിക്കാൻ നമ്മുടെ ഉള്ളിൽ മടിയുള്ളത് കൊണ്ടാണ്, എന്തോ ഒരു കാരണം കിട്ടിയെന്നുള്ള മട്ടിൽ നമ്മൾ ഈ ഒളിച്ചോട്ടം അത് നടത്തുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഉണ്ടാകുക. ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ പ്രമാണങ്ങൾ എന്തു പറയുന്നു, ഖുർആനിൽ എന്താ വന്നിട്ടുള്ളത്, ഹദീസിൽ എന്താ വന്നിട്ടുള്ളത്, അത് പഠിക്കാൻ തയ്യാറാവുകയും ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ, ആ വിഷയത്തിലുള്ള മതത്തിന്റെ ഏറ്റവും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയും അത് തെരഞ്ഞെടുക്കുകയുമാണ് വേണ്ടത്. ശരിയല്ലാത്തതൊക്കെയും നമ്മൾ ഒഴിവാക്കുകയും ചെയ്യാം. ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മുടെ ദീനിനെ ചിട്ടപ്പെടുത്താനും കെട്ടിപ്പടുക്കാനും നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയത്തിൽ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പണ്ഡിതന്മാർ പറഞ്ഞ നിലപാട് എന്ന് പറഞ്ഞത്. ഖുർആൻ അനുസരിച്ച് സുന്നത്തനുസരിച്ച് എണ്ണി പറയുന്നുണ്ട് പണ്ഡിതന്മാർ. നോക്കൂ നിങ്ങൾ, ചില പണ്ഡിതന്മാർ അവർ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, എണ്ണി അവർ പറയാണ് 5 മുസബ്ബിതാത്തുകൾ, ഉറച്ചു നിൽക്കാനുള്ള 5 കാര്യങ്ങൾ. ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ശരിയായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള 5 കാര്യങ്ങൾ, 10 കാര്യങ്ങൾ, 8 കാര്യങ്ങൾ എന്നൊക്കെ പല പണ്ഡിതന്മാരും എണ്ണി പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള 5 കാര്യങ്ങൾ, ഫിത്നകളുടെ കാലഘട്ടത്തിൽ 5 മുസബ്ബിതാത്തുകൾ, 5 ഉറച്ചു നിൽക്കാനുള്ള 5 മാർഗരേഖകൾ, അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അതിലൊന്നാമത്തേത്, ഏത് ഫിത്ന ഉണ്ടാകുമ്പോഴും മതത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നാമത് നമ്മൾ തിരിയേണ്ടത് അള്ളാഹുവിന്റെ കലാമിലേക്കാണ്, പരിശുദ്ധ ഖുർആനിലേക്കാണ്. അതാണ് നമ്മുടെ ഒന്നാം പ്രമാണമെന്ന് പറയുന്നത്. ആ ഖുർആൻ ആ വിഷയത്തിൽ എന്തു പറയുന്നു, അതാണ് ഒരു വിശ്വാസി ഏറ്റവും ഒന്നാമതായിക്കൊണ്ട് പരിശോധനയ്ക്ക് എടുക്കേണ്ടത്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് കാണാൻ സാധിക്കും. വഖാലല്ലദീന കഫറൂ ലൗലാ നുസ്സില അലൈഹിൽ ഖുർആന ജുംലതൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിശ്വാസികൾ വന്ന് പറയാണ്, നബിയെ ഫിത്നയിലാക്കാൻ വേണ്ടി, നബിയെ പ്രയാസപ്പെടുത്താൻ വേണ്ടി എന്തേ ഈ പ്രവാചകനെ ഈ ഖുർആൻ ഒറ്റയടിക്ക് ഒറ്റ അടിക്കായിക്കൊണ്ട് ഇതെന്തേ അവതരിക്കുന്നില്ല? അപ്പൊ കുറച്ച് അവതരിച്ച് ഇപ്പൊ കുറച്ച് അവതരിപ്പിച്ച് ഒരാശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കാണ്, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാണ്. ഇതിങ്ങനെ തോന്നുമ്പോ കുറേശ്ശെ പറയുക, എന്തേ ഇത് ഒറ്റയടിക്ക് അവതരിപ്പിക്കുന്നില്ല? ഒരു ഫിത്ന ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അവിടെ അല്ലാഹുവിന്റെ മറുപടി നമുക്ക് കാണാൻ സാധിക്കും. കദാലിക്, കാര്യം അങ്ങനെ തന്നെയാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക്, നബിയെ താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണത് എന്ന്. 23 കൊല്ലക്കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മഹത്തായ ഹിക്മത്തിലൂടെ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട്, സാന്ദർഭികമായിക്കൊണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന രൂപത്തിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹുവിന്റെ ഹിക്മത്താണ്. അല്ലാഹു പറയുന്നു, ലിനുസബ്ബിത ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമല്ല, അതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്ന് പറയുന്നത്. വേറൊരിടത്ത് സൂറത്തുൻ നഹ്ലിലെ 102-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ്, റൂഹുൽ ഖുദുസ് ആണ് ആ ഖുർആനിൽ താങ്കളിലേക്ക് അവതരിപ്പിച്ച മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്, ബിൽ ഹഖ്, യാഥാർത്ഥ്യമായിക്കൊണ്ട്, ലിയുസബ്ബിതല്ലദീന ആമനു, വിശ്വാസികൾക്ക് മുഴുവനും ഹൃദയത്തിന് സ്ഥൈര്യം നൽകാൻ വേണ്ടി, അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു ഊന്നുവടിയായിക്കൊണ്ട്, ഒരു താങ്ങായിക്കൊണ്ട്, ഒരു മാർഗരേഖയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചത് എന്നാണ്. എന്തഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ, ആരെന്തു പറയട്ടെ, ദീനിന്റെ പേരിൽ എന്തൊക്കെ പ്രചരിപ്പിക്കപ്പെടട്ടെ, സഹോദരങ്ങളെ, ഓരോന്നും ഖുർആനാകുന്ന ഉരക്കല്ലിൽ നമ്മൾ ഉരച്ചു നോക്കുക. അവിടെ എന്താണോ തെളിയുന്നത്, ഖുർആനിൽ നിന്ന് എന്ത് തെളിയുന്നുവോ അത് നമ്മൾ സ്വീകരിക്കുക. അതാണ് ഒന്നാമതായിക്കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഊന്നുവടി എന്ന് പറയുന്നത്, അവന് ഉറച്ചു നിൽക്കാനുള്ള മാർഗരേഖ എന്ന് പറയുന്നത്. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഖിറാഅത്തുസ് സീറത്തി വഖസസുൽ അംബിയാ, അംബിയാക്കളുടെ കഥകളും ചരിത്രങ്ങളും അത് വായിക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഖുർആനിൽ തന്നെയും എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ അത്തരത്തിലുള്ള എമ്പാടും കഥകളും ചരിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകുന്ന മഹത്തായ മാതൃകകളും പാഠങ്ങളും ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിയേ, താങ്കൾക്കിതാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവരുടെ കഥകളിൽ നിന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? മാനുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി, അതിൽ ഒരു ചാഞ്ചാട്ടവും ഇല്ലാതിരിക്കാൻ വേണ്ടി. ഒരുപാട് പരീക്ഷണങ്ങൾ ദീനിന്റെ പേരിൽ ഏറ്റയാളാണ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഘട്ടങ്ങളിൽ പൂർവികരായ പ്രവാചകന്മാരുടെ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നു. അവരൊക്കെയും ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് റസൂലേ, ഈ ദീനെന്ന് പറയുന്നത്, ഈ ദഅവത്ത് എന്ന് പറയുന്നത്, ഈ ദൗത്യമെന്ന് പറയുന്നത് ആർക്കും എളുപ്പമായിരുന്നില്ല. താങ്കൾ ഹൃദയങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. ഇത് ചരിത്രമാണ്. ഈ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് നമ്മളും വേണ്ടത്. സഹോദരങ്ങളെ, ഈ പ്രവാചകന്മാരുടെ കഥകളും ചരിത്രങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമടക്കം സീറകൾ വായിക്കണം നമ്മൾ, നബി ചരിത്രം വായിക്കണം നമ്മൾ. അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്ത സന്തോഷമുണ്ട്. നബിയെക്കുറിച്ച് വായിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ കണ്ണുകൾ നനയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരീക്ഷണങ്ങളേറ്റ ആ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നുണ്ട്. സഹോദരങ്ങളെ, അത് സീറയുടെ ഈ പറയപ്പെട്ട നബിമാരുടെ ഖസസുകൾ അതിന്റെ ഗുണമാണ്. അത് ഹൃദയത്തിന് സ്ഥൈര്യം നൽകുമെന്നാണ്, നമ്മെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്, പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങാകുമെന്നാണ്. മൂന്നാമത് പണ്ഡിതന്മാരെണ്ണുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അൽ അമലു ബിൽ ഇൽമ്, പഠിച്ചെടുത്ത അറിവുകൾ അതൊക്കെ അമലാക്കുക എന്നാണ്. നമുക്ക് നൽകപ്പെട്ട ഉപദേശങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് അതിൽ അമലാക്കി മാറ്റുമ്പോൾ, ഇൽമിനെ അമലാക്കി മാറ്റുമ്പോൾ അത് ഹൃദയത്തിന് സ്ഥൈര്യം നൽകും, ഫിത്നകളിൽ നമുക്ക് സുരക്ഷ നൽകും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂൻ, അവർ ഉപദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഖുർആനിലൂടെ സുന്നത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അതെങ്ങാനും അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, അവർ അതുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും വഅസദ്ദ തസ്ബീത, അതവർക്ക് എത്ര നന്നായിരുന്നു, വഅസദ്ദ തസ്ബീത, അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള ഒരു മാർഗമാകുമായിരുന്നു എന്ന്. ഏത് ഫിത്ന വന്നാലും സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ തുടരുന്നയാളാണോ നമ്മൾ, നമുക്ക് സ്ഥൈര്യം ലഭിക്കുമെന്നാണ്, നമുക്ക് തസ്ബീത്ത് ലഭിക്കുമെന്നാണ്. അത് നമുക്കൊരു മുസബ്ബിതാത്ത്, അതിൽപ്പെട്ട ഒരു കാര്യമായി മാറുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളെ നമ്മൾ ചിട്ടപ്പെടുത്തുക. കുറെ പഠിച്ചു, കാര്യങ്ങൾ ഗ്രഹിച്ചു, അതൊക്കെ അമലാക്കുന്ന ഒരു സ്വഭാവവും ശീലവും കൂടി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാരെണ്ണുന്ന വിഷയം അദ്ദുആ, പ്രാർത്ഥനയുണ്ടാവുക എന്ന്. പ്രാർത്ഥന ഉണ്ടാകണം. ഏത് ഫിത്ന വന്നാലും പടച്ചോനെ, ദീന് നൽകുന്നത് നീയാണ്, ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് നീയാണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം, നിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാനുള്ള കരുത്തെനിക്ക് നൽകണമെന്ന ആ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നോക്കൂ നിങ്ങൾ, നമ്മൾ നിസ്കാരത്തിലാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നമ്മളെ കൊണ്ട് 17 തവണ ഓരോ ദിവസവും പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരെ ചൊവ്വയുള്ള മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ടാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതൊന്ന് അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നിസ്കാരങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നീ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. അതുപോലെയുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ, അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ ശീലമാക്കേണ്ടതുണ്ട്. അത് പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, ഫിത്നകളിൽ നമുക്ക് തുണയാകും, കരുത്താകും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ സംഗതി എന്ന് പറയുന്നത് അരിഫ്ഖത്തു സ്വാലിഹ, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. ഖുർആനിൽ നിന്നാണ് പണ്ഡിതന്മാർ തെളിവ് പഠിക്കുന്നത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ അദാതി വൽ ആശിയ്യ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്ബിർ നഫ്സക,
നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിനെ നീ ക്ഷമയോടുകൂടി ഉറപ്പിച്ചു നിർത്തുക. മഅല്ലദീന യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ട്, ബിൽ അദാതി വൽ അശിയ, രാവിലെയും വൈകുന്നേരവുമെല്ലാം, യുരീദൂന വജ്ഹഹു, ആ റബ്ബിന്റെ പ്രതിഫലം, പ്രീതിയൊന്ന് മാത്രം കാംക്ഷിച്ചുകൊണ്ട്, വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ, അവരിൽ നിന്ന് നീ നിന്റെ കണ്ണുകളെ മാറ്റരുത്, അവരിൽ നിന്ന് നീ നിന്റെ ദൃഷ്ടികളെ പറിച്ചു മാറ്റരുത്. കാരണം ദുനിയാവിന്റെ പളപളപ്പുകളും മറ്റുമൊക്കെ അതാണ് അതിനപ്പുറം കാണാനുള്ളത്. ഈ ദീനിന്റെ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അള്ളാഹുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ആളുകൾ അവരോട് കൂട്ടത്തിലായിക്കൊണ്ട്, അവരുടെ ഒപ്പം മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇത് നമ്മളോടും കൂടിയുള്ള കൽപ്പനയാണ്. ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്ക് നമ്മളെ വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന അത്തരം ബന്ധങ്ങളാ പിന്നെ ഉണ്ടാകുക. ദീനിയായ ബന്ധങ്ങൾ അത് നമ്മൾ സുദൃഢമായിക്കൊണ്ട്, സഫലമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നന്മകളിലേക്ക് നമ്മെ വലിച്ചടുപ്പിക്കുന്ന, തിന്മകളിൽ നിന്ന് നമ്മെ തടഞ്ഞു വെക്കുന്ന അത്തരത്തിലുള്ള ബന്ധങ്ങൾ അത് ഈ ലോകത്തെന്ന് മാത്രമല്ല പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ബന്ധങ്ങളാണ്. അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അത് ഭംഗിയായിക്കൊണ്ട് നമ്മൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഏത് ഫിത്ന വന്നാലും ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ എന്നുള്ള നിലക്കാണ്. അത് നമ്മൾ പിന്തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ഫിത്നയുടെ ഘട്ടത്തിലും അവന്റെ ദീന് മുറുകെ പിടിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ദീനിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ ഉണ്ടായി വന്ന സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെയുള്ള ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഥവാ സ്ത്രീകളുടെ ജമാഅത്തുകൾ, പള്ളിയിൽ സ്ത്രീകൾ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചില സംസാരങ്ങൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ആളുകൾ രണ്ടു വശവും ചേരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ന് പറയുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ടത്. അതല്ലാത്തതൊക്കെയും ആളുകളുടെ അല്ലെങ്കിൽ കൂട്ടായ്മകളുടെ, സംഘടനകളുടെ അവർ വെറും വർത്താനങ്ങൾ മാത്രമാണ്. ആരാണോ ഖുർആൻ അനുസരിച്ച് പറയുന്നത്, ആരാണോ സുന്നത്തനുസരിച്ച് പറയുന്നത്, അതാണ് ഹക്ക്. അതിനപ്പുറം ഇന്ന ആള് പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന സംഘടന പറഞ്ഞു, അങ്ങനെ ഒരു നിലപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഖുർആനിന്റെ അഭിപ്രായം, ഖുർആനിന്റെ അധ്യാപനം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം കൊണ്ട് ഈ വിഷയത്തിൽ എന്തൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, അതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹദി മറിയം ബീവിയോട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന വിഷയം, യാ മറിയം ഖുനതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാഖിഈൻ. മറിയം ബീവിയെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകളാണ്, നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണമെന്ന്. വർകഇ മഅർ റാഖിഈൻ, റുക്കൂ ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് മറിയമേ നീയും റുക്കൂ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഐ കൂനി മിൻഹും, അവരുടെ കൂട്ടത്തിലാകണം, അവരുടെ ഒപ്പമാകണമെന്നാണ് മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ അവർ ജമാഅത്തായി നിസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു എന്ന് തഫ്സീർ ബൈളാവിയിലൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മറിയം ബീവിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കാൻ, ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. നബിയുടെ ഭാര്യമാർ തന്നെ, നമ്മുടെ ഉമ്മമാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയോടുകൂടെ മസ്ജിദുൻ നബവിയിൽ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു, റമദാനിൽ ഇഅ്തികാഫിരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർ ആ ഒരു സുന്നത്ത് അത് തുടർന്നു കൊണ്ടുപോയിരുന്നു. നബിയുടെ വഫാത്തിന് ശേഷവും നമ്മുടെ ഉമ്മമാർ അവർ മസ്ജിദുൻ നബവിയിൽ അവർ ഇഅ്തികാഫിരുന്നിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും.
ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ആഗ്രഹിക്കും നിസ്കാരമൊന്ന് ദീർഘിപ്പിക്കണമെന്ന്, ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ അവിടെ ബാക്കിൽ നിന്ന് സുബിയാൻ, ചെറിയ കുട്ടികൾ, അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, അവിടെ ആ കുട്ടികളുടെ കരച്ചിൽ മൂലം അവരുടെ ഉമ്മമാർക്ക്, ആരായി ഉമ്മമാര്? നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ജമാഅത്തിനായി ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾ, ആ സ്ത്രീകൾ, ആ ഉമ്മമാർ, അവർക്ക് അവരുടെ കുട്ടികളുടെ കരച്ചിൽ കൊണ്ട് പ്രയാസമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അങ്ങനെ ഞാൻ എന്റെ നിസ്കാരം ചുരുക്കുമെന്നാണ്. വേറെയും എത്രയോ ഹദീസുകൾ, 100-ലധികം 150-ലധികം ഹദീസുകളാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ബാബ് കൊടുക്കുന്നു. ഖുറൂജുൻ നിസാഇ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പുറപ്പെട്ടു പോകുക, നിസ്കാരത്തിന് വേണ്ടി അവർ പുറപ്പെട്ടു പോകുന്ന വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ബാബ് കൊടുത്ത്, തലവാചകം കൊടുത്തുകൊണ്ട് ഹദീസുകൾ അതിന് താഴെ കൊണ്ടുവരുന്നു. ഇത്ര കൃത്യമായി കൊണ്ട് ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നുള്ളത് അത് ജായിസാണ്, അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് കാണുമ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ പെണ്ണുങ്ങൾ അവർ പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് അനുമതി കൊടുക്കണമെന്നാണ്. നിങ്ങൾ അവരെ മുടക്കരുത്, അവർക്ക് അനുമതി നിഷേധിക്കരുത്. ലാ തംനഉ, നിങ്ങൾ അവർക്ക് അനുമതി നിഷേധിക്കരുത് എന്നാണ്. അള്ളാഹുവിന്റെ അടിയാത്തികളെ, പള്ളികളെ തൊട്ട് വിലക്കരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അവർക്ക് ജായിസായ ഒരു കാര്യം, അവർക്ക് ഹലാലായ ഒരു കാര്യം, അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു കാര്യം അത് ഹറാമാണെന്ന് പറയാൻ ആർക്കാണ് സഹോദരങ്ങളെ അധികാരം? എന്തിന്റെ പേരിലാണ് അധികാരം? ആർക്കാണ് ഇത്തരത്തിലുള്ള അധികാരം? ദീനിൽ ഒരു ഹുക്കുമ് പറയാൻ വേണ്ടി, ഹലാലായ ഒരു കാര്യത്തിന് ഹറാമാക്കാൻ വേണ്ടി, ഹറാമായതിനെ ഹലാലാക്കാൻ വേണ്ടി ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുള്ളത്? ഇത് പൂർത്തിയാക്കപ്പെട്ട മതമാണ്. ഇതിലെ മതവിധികളൊന്നും തന്നെ ആരും കൈകടത്തി മാറ്റത്തിരുത്തലുകൾ നടത്തേണ്ടതല്ല. എങ്ങനെയാണോ അള്ളാഹു പഠിപ്പിച്ചത്, എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്, അതുപോലെയാണ് ഈ മതം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഇപ്പൊ ചില ന്യായങ്ങൾ പറയുന്നത് എന്താ? ഫിത്ന ഉണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. ഫിത്നകൾ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ഷർത്തുകൾ പാലിക്കുക, അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെ സംബന്ധിച്ചും വേണ്ടതാണ്. പള്ളിയിലേക്ക് പോകുമ്പോ പുരുഷന്മാരെ സംബന്ധിച്ചും ഷർത്തുകളുണ്ട്, സ്ത്രീകൾക്ക് അവരുടേതായ ഷർത്തുകളുണ്ട്, പുരുഷന്മാർക്ക് അവരുടേതായ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിക്കപ്പെടുക എന്നുള്ളത് രണ്ടു കൂട്ടരും പാലിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഈ ഷർത്തുകൾ ഫിത്ന ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ അത് ജാറങ്ങളിൽ പോകുമ്പോ ബാധകമല്ലേ? സ്വലാത്ത് മജ്ലിസുകളിൽ പോകുമ്പോ ബാധകമല്ലേ? അതുപോലെ തന്നെ പല സംഗതികൾ, സ്ഥാപനങ്ങൾ, അതിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോ ബാധകമല്ലേ? ഇതൊക്കെ മതവുമായി കൂട്ടിച്ചേർത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതല്ലാത്തൊക്കെ വേറെ. മജ്ലിസുന്നൂറ്, പെണ്ണുങ്ങളെ മാത്രം വിളിച്ചുകൂട്ടി സദസ്സുകൾ ഉണ്ടാക്കുന്നു, അവിടെ ഫിത്ന ബാധകമല്ലേ? ദുആ മജ്ലിസുകൾ, ഈ ഫിത്ന ബാധകമല്ലേ? നോക്കൂ നിങ്ങൾ, പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് പൈസ കിട്ടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ എമ്പാടും എങ്ങോട്ടും തെളിച്ചു കൊണ്ടുപോകാം. പക്ഷേ പള്ളിയിൽ ഇബാദത്തുകൾക്ക് വേണ്ടി, നിസ്കാരത്തിനു വേണ്ടി, ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി, ഇഅ്തികാഫിനു വേണ്ടി ഒരു പെണ്ണ് പുറപ്പെട്ടു പോയാൽ മാത്രം ഫിത്ന. അതെന്ത് ഫിത്നയാണ്? സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങുമ്പോൾ, ഹദീസിലേക്ക് മടങ്ങുമ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു പുകപടലം ഉണ്ടാക്കിക്കൊണ്ട്, ഒരു മൂടുപടം ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിർത്തുകയും ഇത് ഹറാമാണ് എന്ന് പറയുകയും പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നവർ ആലോചിക്കേണ്ട വിഷയം. മഹാന്മാരായ പണ്ഡിതന്മാർ ചിലരൊക്കെ അവർ പരലോകത്തെ ചില കാഴ്ചകളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു. ഒരു പെണ്ണ് വരുന്നതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ഒരു പെണ്ണ് വരും അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് അവളുടെ പരാതി പറയും. എന്താ പരാതിന്നോ? ഇതാ എന്റെ ഭർത്താവ്, ഇതാ എന്റെ പുരുഷൻ ഇതാ നിൽക്കുന്നു, അയാൾ അങ്ങാടിയിൽ നിന്ന് എനിക്ക് റൊട്ടി കൊണ്ടുവന്നു തന്നു, എനിക്കയാൾ ഭക്ഷണം തന്നു, എനിക്ക് ജീവിതത്തിന്റെ ചെലവും തന്നു, പക്ഷേ അയാൾ എനിക്ക് അദബ് പഠിപ്പിച്ചില്ല, അയാൾ എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചു, ഹദീസ് പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചു എന്ന് ഒരു പെണ്ണ് വന്ന് പടച്ചവനോട് പരാതി പറയുമെന്നാണ്. സഹോദരങ്ങളെ, അവനവന്റെ ഭാര്യമാരെ, പെൺമക്കളെ, അവരൊക്കെ ദീന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അവരുടെ മേൽ കൈകാര്യ കർത്തൃത്വമുള്ള പുരുഷനാണ്, ഭർത്താവിനാണ്, ഉപ്പാക്കാണ്, സഹോദരനാണ്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിഞ്ഞോടിക്കൊണ്ട് ഇത്തരത്തിൽ അവർക്ക് ഈ അവസരങ്ങളൊക്കെ നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ പര്യവസാനം ഗുരുതരമായിരിക്കും. ഇവിടെ പെൺകുട്ടികൾ ഒളിച്ചോടുന്നതിനെ പറ്റി അതൊക്കെയാണ് ഇപ്പോഴത്തെ പരാതി.
പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ പറ്റി സഹോദരങ്ങളെ എങ്ങനെ പറഞ്ഞാൽ കേൾക്കുക? അവരെ അദബ് പഠിപ്പിക്കാതെ, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക? അതുകൊണ്ട് എന്താണോ ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത്, എന്താണോ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ച, അഹ്ലുസുന്ന എന്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുവോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഗൗരവമായി ഉണർത്തുന്നു. നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഞാൻ എല്ലാവരെയും ഗൗരവമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അവർക്ക് ദീനും അദബും പഠിപ്പിക്കാനുള്ള മാർഗങ്ങൾ അവരെ ജുമാ ജമാഅത്തുകൾക്ക് കൊണ്ടുവന്നുകൊണ്ട്, ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതല്ലാത്ത അവസരങ്ങൾ നമ്മളും അവരുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പാപമുക്തരായി ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത, രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും വിട്ടുകൊടുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കരകയറ്റുകയും റിസ്ഖിനെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉമ്മത്തിലെ സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രതിഫലം ഇരുലോകത്തും അല്ലാഹു അവർക്ക് പകരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.